എന്നെ കാണാൻ കൊള്ളില്ല. ഞാൻ ഒത്തിരി കറുത്ത് പോയി. എൻ്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി. എന്നെ മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കുംന്ന് വിചാരിച്ചിട്ട് 2, 3 വർഷത്തോളം ഒരു കണ്ണാടി പോലും നോക്കാത്ത ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ഞാൻ. കാരണം അത്രത്തോളം കറുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ കൈവിരലുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറച്ച്. ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ ഹോം റെമഡീസ് ചെയ്താൽ നമുക്ക് വെളുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് കളർ കൂടുമോ എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 1-2 പിക്ചേഴ്സ്. അതെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിൽ കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോണേ മാറിയിട്ട് ഭയങ്കരമായിട്ട് വൈറ്റ് ആകുന്നതാണ് കാണിച്ചേക്കുന്നത്. നല്ല കളർ വരുന്നതാണ് കാണിച്ചേക്കുന്നത്. അതിനൊക്കെ 1 മില്യൺസ് വ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് ചെയ്യുന്ന ആക്കും അത് ചെയ്ത് നോക്കിയ ആക്കും ഒക്കെ മനസ്സിലാകും വെറുതെയാണ്. കാരണം ഹോം റെമഡീസ് ചെയ്ത ആരും ഇന്നേ വരെ നല്ല സായിപ്പിനെ പോലെ വെളുത്തിട്ടില്ല കേട്ടോ. വെറുതെയാണ്. പിന്നെ ഹോം റെമഡീസ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1, 2, 3 വർഷമൊക്കെ അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ സ്കിൻ ടോണിന് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ കളർ ഒന്ന് മോഡിഫൈഡ് ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ ഹോം റെമഡീസ് നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഡെയിലി കണ്ടിന്യൂസ് ചെയ്യുമ്പോഴത്തേനും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതെപ്പോഴും സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കളർ വെക്കും. നിങ്ങൾ ഇന്നൊരു പാക്കറ്റ് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് കളർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെയാണ്. നിങ്ങൾ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു കസ്കസ് ഉണ്ട്. ഒരിടയ്ക്ക് നമുക്ക് ഫേമസ് ആയിരുന്നു ഒരു കൊറിയൻ പാക്ക്. ആ കസ്കസിൻ്റെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ആ കസ്കസ് നമ്മൾ ഫേഷ്യലായിട്ട് നമ്മൾ പാക്കായിട്ട് മുഖത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഞെട്ടിപ്പോകുന്നൊരു റിസൾട്ട് കിട്ടാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ആയിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ ബാക്ക് ടു നോർമലായി പോകാറുണ്ട്. പിന്നെ ഞാനൊരു ക്രീമിനെ പറ്റി ഒരു വീഡിയോ ഇട്ടതിൽ പിന്നെ എൻ്റെ കമൻസിൻ്റെ അടിയിൽ ഭയങ്കര ബാഡായിട്ടുള്ള കുറേ കമൻസ് വരുന്നുണ്ട്. എനിക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നുകയും ചിലതൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഹോം റെമഡി ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നല്ലൊരു വൈറ്റ്നെസ് കിട്ടത്തില്ല. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് പാടുകളും ഒന്നും പോകാനായിട്ടും പോണില്ല. എന്തെങ്കിലുമൊക്കെ ക്രീമുകൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു വൈറ്റനിങ് അല്ലെങ്കിൽ നമ്മുടെ ആ ഡാർക്ക് സ്പോട്ടുകളും കാര്യങ്ങളും ഒക്കെ പോകത്തുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ഇടുന്നവരിൽ പകുതി പേരും നമ്മുടെ നാട്ടുകാരാണെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. എൻ്റെ കളറിനെ പറ്റിയും അതും ഇതുമൊക്കെ സംസാരിക്കുന്നുണ്ട്. ഫിൽറ്ററാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാത്തൊരു കാര്യമുണ്ട്. എനിക്കൊരു 3-4 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നൊരു ഞാനല്ല. എനിക്കൊരു ബാഡായിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്. ഒട്ടും കളറില്ലാത്ത ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ക്രീം യൂസ് ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഞാനാണെങ്കിൽ പണ്ട് ഒരുപാട് ഹോം റെമഡീസ് ഒക്കെ ചെയ്യുമായിരുന്നു. അന്ന് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഡിഗ്രി സമയത്ത് പ്ലസ് ടു സമയത്ത് നമ്മൾ മുഖത്ത് ഒന്നും ഇട്ടിട്ട് ഒരു ക്രീമുകൾ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഡിഗ്രി ഒരു 3rd ഇയറിനോടൊക്കെ അടുത്താണ് നമ്മൾ ഈ ക്രീമുകളൊക്കെ യൂസ് ചെയ്യാൻ ക്രീമുകളല്ല ഈ ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. ഒത്തിരി നമ്മൾ ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് നോക്കുമായിരുന്നു. കാരണം നമ്മുടെ ആൻറ്റിമാരും കുഞ്ഞന്മാരൊക്കെ നമുക്കിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു തരും. നമ്മുടെ വല്യമ്മച്ചിമാർ ഓരോന്ന് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. നമുക്കന്ന് വലിയ കളറൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ബ്ലാക്ക് ആണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കൊരു ബാഡ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ ഞാൻ കുറച്ച് അധികം മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് സ്റ്റിറോയിഡ് മരുന്നുകളൊക്കെ യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് ഡാമേജ് ആയി പോയിരുന്നു. സ്കിന്ന് കംപ്ലീറ്റ് ബ്ലാക്ക് ആയി പോവുകയും മുടി കൊഴിഞ്ഞു പോവുകയും അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും അയ്യോ ഈ ചേച്ചിയാണോ ഇതെന്ന് പോലും നിങ്ങൾ വിചാരിക്കും. അങ്ങനെ ഞാൻ കറുത്ത് പിഴച്ച് എനിക്ക് തന്നെ കണ്ണാടിയിൽ നോക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കോലത്തിലിരുന്നൊരു ഞാനുണ്ട്. ഒരു 5 വർഷം ആയിട്ടുണ്ടാവും. ഒരു 4-4.5 വർഷം മുമ്പ് ഞാൻ ഇപ്പം ഇങ്ങനെ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഹോം റെമഡീസ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്കിന്നിലേക്ക് എൻ്റെ ഒരു പഴയ സ്കിന്നിലേക്ക് അല്ലെങ്കിൽ പഴയതിനും കുറച്ചും കൂടി ബെറ്റർ ആയി ഈ ഒരു സ്കിൻ ലെവലിലേക്ക് ഞാൻ വന്നത്. നിങ്ങൾ ക്രീമുകൾ യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കളർ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൂട്ടാത്തിയോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മൾ സിനിമാ നടികളൊക്കെ ആയാലും ആ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഉള്ള കളറല്ല പിന്നീട് അവർക്കുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളൊരു നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചെക്കപ്പുകൾക്കൊക്കെ ശേഷം നമുക്ക് ഗ്ലൂട്ടാത്തിയോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. 10-20,000 രൂപ മുടക്കെന്തോ ഉണ്ട്. അതിന് അത്രയും കാശ് വേണം. എനിക്ക് അത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയാണ്. എനിക്ക് എടുക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതേപറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ട് തരാം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെളുത്തവരാരും അല്ലെങ്കിൽ കളറുള്ളവർ വന്നിട്ട് ഇത് കുറച്ച് അങ്ങനെ പറഞ്ഞു എനിക്ക് പോകച്ചേ ഇതെന്നൊന്നും പറഞ്ഞ് വരണ്ട. നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ഉള്ളവർ അല്ലെങ്കിൽ കളർ കുറഞ്ഞിട്ടുള്ളവർ നിങ്ങൾ പറയാം നിങ്ങൾക്ക് വെളുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. സത്യമായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ടാവും. എനിക്ക് 100% ഉറപ്പാണ്. ബ്ലാക്ക് കളർ ഉള്ളവർ അല്ലെങ്കിൽ കുറച്ച് ഇരുണ്ട നിറമുള്ള ഓരോ വ്യക്തികളും മനസ്സിൽ ഒരു വട്ടമെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും എനിക്ക് കുറച്ചും കൂടി കളർ വേണമെന്ന്. നിങ്ങൾ വെളുത്തവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കളർ ഉള്ളവർ വന്നിട്ട് ഈ ബാക്ക് കമൻറ്റ് ഇടാതെ നിങ്ങൾ കുറച്ച് കളർ കുറവുള്ള ആരെങ്കിലുമൊക്കെ വന്ന് ബാക്ക് കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ
എന്നെ കാണാൻ കൊള്ളില്ല. ഞാൻ ഒത്തിരി കറുത്ത് പോയി, എൻ്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി, എന്നെ മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് 2-3 വർഷത്തോളം ഒരു കണ്ണാടി പോലും നോക്കാത്ത ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ഞാൻ. കാരണം അത്രത്തോളം കറുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ കൈവിരലുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ട്. അപ്പം എല്ലാം ഒരു അസുഖത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അത്രയും ഞാൻ വിഷമിച്ച കുറേ കാലഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ഒരു വയ്യായ്ക വന്ന അല്ലെങ്കിൽ ഈ ഒരു അസുഖം വന്നത് ഭയങ്കര നന്നായി, കാരണം നീ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടെന്ന്, പണ്ടത്തെ രീതിയിൽ നീ സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുന്ന ഒരുപാട് കൂട്ടുകാരും ഒരുപാട് നാട്ടുകാരും അറിയാവുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോഴെങ്കിലും എനിക്ക് വിഷമം തോന്നാറുണ്ട്, ചിലപ്പോൾ എനിക്ക് സന്തോഷവും തോന്നാറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര വെളുത്തിട്ടുള്ള ഒരാളൊന്നും അല്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും പോയിട്ട് ഇതിൻ്റെ പകുതി കളർ പോലും ഉണ്ടായിരുന്ന ഒരാളും അല്ല ഞാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വെളുക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്ക് കുങ്കുമപ്പൂ വാങ്ങിച്ച് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കളർ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മറ്റൊരാൾ നമ്മളെ ഹേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ വായന നമുക്ക് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും വാക്കുകൾ വരുമ്പോഴാണ് നമുക്ക് വെളുക്കണം എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഞാൻ വെളുത്തിരുന്നെങ്കിൽ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് പോകണം. എനിക്കും അങ്ങനെ 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ചേട്ടനെ പ്രപ്പോസ് ചെയ്ത രീതി ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണമായി, നിന്നെക്കാളും ഞാൻ കുറേ നാളെ എൻ്റെ പിന്നാലെ നടക്കുന്നു. എൻ്റെ കല്യാണമായി, നല്ല വെളുത്തിട്ടൊരു പെൺകുട്ടിയാണ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ആലോചിച്ചിരിക്കുന്നത്. നീ ഇപ്പോൾ യെസ് പറയുകയാണെങ്കിൽ നിനക്ക് നല്ല വെളുത്തൊരു ചെറുക്കനെ കിട്ടും, ഇല്ലാന്നാണെങ്കിൽ എനിക്ക് അയാളെ കെട്ടേണ്ടി വരുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. അപ്പോൾ ഞാനും ആലോചിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞു, നിങ്ങളുടെ പാട് നോക്കി പോകാനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് താല്പര്യമില്ലാന്ന് എടുത്തടിച്ച് പറയണ്ടേ. പിന്നെ നമ്മൾ +2ലേക്ക് കടന്നപ്പോൾ നമ്മുടെ സെയിം ക്ലാസ്സിൽ പഠിച്ച ഒരു ഭയങ്കര വെളുത്തിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. മന്ദബുദ്ധി ടൈപ്പാണ്, പക്ഷേങ്കിൽ വളരെ പഠിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ പയ്യന് നമ്മളോടൊരു അപ്രോച്ച്, എന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു കൂട്ടുകാരൻ അതിൽ പറഞ്ഞതാണ്, നിനക്ക് ഈ കറുമ്പിയല്ലാതെ വേറെ ആരും കിട്ടിയില്ലെന്ന്. അപ്പോൾ അത് ഞാനത് കേൾക്കാനിടയായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, ദൈവമേ എനിക്ക് ഇത്രയും കളറില്ലേ, ഞാൻ ബ്ലാക്ക് അല്ലല്ലോ, എനിക്ക് 2 ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ പറഞ്ഞു? ഒരുപാട് കറുത്തിട്ടുള്ള കുട്ടികൾ ഉണ്ടായിട്ടും എന്നെ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് ഓർത്ത് അന്ന് ഞാൻ വിഷമിച്ചു. എന്നാൽ എന്നെ പ്രപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ആ ചെറുക്കൻ കിട്ടാത്തതുകൊണ്ട് ഒന്നും അല്ല കേട്ടോ, എനിക്ക് ആ ചെറുക്കൻ ഇഷ്ടമല്ലായിരുന്നു ഒന്ന്. പക്ഷെ നമുക്ക് വിഷമായി. അപ്പോൾ എന്നെ അന്ന് കാക്കക്കറുമ്പിന്നൊക്കെ, ഞാൻ കറുമ്പി അല്ലാഞ്ഞിട്ട് പോലും എന്നെ കാക്കക്കറുമ്പിന്ന് വിളിച്ച ആ പയ്യനുണ്ടല്ലോ, ആ പയ്യൻ വെളുത്തതാണ്. പക്ഷെ ആ പയ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തെങ്ങുകളി കെട്ടിയിട്ട് അടിക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലായോ? ആ ഒരു സ്വഭാവമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ചേട്ടനാണ് പ്രപ്പോസ് ചെയ്തത്. അവർക്ക് വെളുത്ത പെൺകുട്ടി അവരുടെ അമ്മ കണ്ടെത്തിയിട്ടുണ്ട്. ആ ചേട്ടനാണെങ്കിൽ കുറച്ച് നാൾ മുമ്പ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് നിന്നെ കിട്ടിയാൽ മതിയായിരുന്നു, നീയാ അടിപൊളി. എനിക്ക് ചിരിയാണ് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടന് വെളുത്ത പെൺകുട്ടി കിട്ടിയില്ലേ, പിന്നെന്താ കുഴപ്പം? അപ്പോൾ കുറച്ച് മറുപടി എനിക്ക് കിട്ടി. അപ്പോൾ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കറുപ്പ് വെളുപ്പ് എന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്രീം ഇട്ടതിന് സൈഡ് എഫക്റ്റ് ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. സൈഡ് എഫക്റ്റ് ഉണ്ട്, എല്ലാ ക്രീമുകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ചെങ്കിലും വെളുക്കാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും കളർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കുറച്ച് മുഖമൊക്കെ കുറച്ച് ക്ലീൻ ആയിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ, എനിക്കിതുവരെ സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ ബാഡായിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കിത് റെഫർ ചെയ്ത് തന്നത്. ഇനി ഓരോരുത്തരുടെ സ്കിൻ ടോൺ പോലെ ഇരിക്കും പിന്നെ ഓരോ ക്രീമുകൾ പിടിക്കുക എന്നുള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഹോം റെമഡീസ് ചെയ്യും. ഞാൻ ഇപ്പോഴും കാല് തൊട്ട് തല വരെ ഒരുപാട് ഹോം റെമഡീസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. കാരണം എനിക്ക് എൻ്റെ സ്കിൻ ടോൺ കുറച്ച് മാറ്റിയെടുക്കുന്നത് ഭയങ്കര ആഗ്രഹം. അല്ലെങ്കിൽ കുറച്ച് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആ ട്രീറ്റ്മെൻറ്റ് അത്രയും ചെയ്യാനായിട്ടുള്ള പൈസ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരൊറ്റ യൂസിൽ നിങ്ങൾ ഈ ഒരൊറ്റ യൂസിൽ അല്ലെങ്കിൽ ഈ ഒരു ഹോം റെമഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തൂവെള്ളയാകും, നിങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന നിറം കിട്ടും, നിങ്ങൾ നന്നായി വെളുക്കും, അങ്ങനെയൊക്കെ പറയുന്ന ഹോം റെമഡീസ് ഒന്നും വർക്കൗട്ട് ആവില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയുക. കാരണം വെറുതെ നമുക്ക് വ്യൂസ് കിട്ടാനായിട്ട് ചെയ്യുന്നതാണ് അതൊക്കെ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം റെമഡീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 മാസമൊക്കെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ചേഞ്ച് ഉണ്ടാവും. അല്ലാതെ ഒരിക്കലും നമുക്കൊരു പെർമനൻ്റ് ആയിട്ട് പെട്ടെന്ന് ഒറ്റയടിക്കൊരു റിസൾട്ട് എവിടെ നിന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് പറയാനായിട്ട് വന്നത്. പിന്നെ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നത് ക്രീമുകളിൽ നിന്ന് മാത്രമാണ്. ക്രീംസ് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കറുത്ത കുട്ടികൾ അല്ലെങ്കിൽ കളർ കുറവുള്ള കുട്ടികൾ ഒരുപാട് പല ടൈപ്പ് ക്രീമുകൾ തേച്ച് നടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് പോലത്തെ സ്കിന്നുകളും അതും ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പെൺകുട്ടികൾക്ക് കളർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആൺപിള്ളേർക്ക് കളർ കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ പെൺപിള്ളേർക്ക് എപ്പോഴും കളർ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പെൺകുട്ടികൾ. അപ്പോൾ അവർ ഒരുപാട് ക്രീമുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അങ്ങനെ യൂസ് ചെയ്ത് കുറച്ച് കളറായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം അങ്ങോട്ട് മാറും. നമ്മുടെ നാട്ടുകാർ പിന്നെ അവരെ പറ്റി ഇല്ലാത്ത കഥകൾ പറഞ്ഞാൽ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്. അതേസമയം നമ്മൾ ആ ഒരു ബ്ലാക്ക്നെസ്സിൽ തന്നെ ഇരുണ്ട് പിടച്ച് എണ്ണ വെച്ച് മുടിയൊക്കെ ഇങ്ങനെ പരത്തി ചീവി അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഭയങ്കര ഇഷ്ടമാകും. പ്രത്യേകിച്ച് പട്ടുപാവാടയും കൂടിയിട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേസമയം കുറച്ച് ക്രീമൊക്കെ തേച്ച് കളറൊക്കെ ഒന്ന് ഡെവലപ്പ് ആക്കി എടുത്ത് കുറച്ച് മോഡേണെ കുറച്ച് നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ സൊസൈറ്റി, ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഹോം റെമഡി ചെയ്യേണ്ട, അല്ലെങ്കിൽ ക്രീമുകൾ മാത്രം തേക്കാനല്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു തമ്പനയിൽ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നി. അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.